ഹലോ ഗായ്സ് അപ്പം ഞാനിപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ പുഞ്ചിറിയും നമ്മുടെ കുഞ്ഞും ഒടിയനും നമ്മുടെ ആരാധാ കുഞ്ഞിരുന്ന് കീറുന്നുണ്ട് കേട്ടോ. എൻ്റെ മോന്തയിലേക്ക് നോക്കിയാണ്. പിന്നെ അത് ഒടിയൻ എൻ്റെ മുകളിലേക്ക് ഓടി പോകുന്നു. പിന്നെ നമ്മുടെ കുറുങ്ങാസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കൂടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇവരുടെ കൂടെ കളിക്കാമെന്ന് ഓർത്തേ. കാരണം കുറുങ്ങിക്ക് നല്ല ഇൻട്രസ്റ്റ് കയറിയിരിക്കുക കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കണ്ട വളനെ എടുത്തു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിരുന്ന് കരയുക. അങ്ങനെ കുറുങ്ങേൻ്റെ കൂടെ ഞാൻ ഓടി കളിക്കാൻ കേട്ടോ. അപ്പോൾ കുറുങ്ങ നല്ല ഇൻട്രസ്റ്റിലിരിക്കുകയാണ് കളിക്കാൻ. അപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആവുന്ന ടൈമിലാണ് ഭയങ്കര കട്ടക്കലിപ്പ്. നമ്മളോടൊക്കെ എല്ലാവരോടും ദേഷ്യമാണ്. വീട്ടിൽ അവളെ മക്കളെ തന്നെ അവൾ നല്ല അടി വെച്ച് കൊടുക്കും കേട്ടോ. എല്ലാവർക്കും അടിക്കുവേ. എന്നോടൊക്കെ നല്ല മുറങ്ങും. ഇപ്പോൾ അവൾ പ്രഗ്നൻ്റൊക്കെ ആയി കഴിഞ്ഞ് പിള്ളേരെയൊക്കെ കൊന്നു കളഞ്ഞ് സമാധാനമായി ഇപ്പോൾ അവൾ നടക്കുവാണ്. അതുകൊണ്ട് തന്നെ മൊത്തം കളിച്ച് ചിരിച്ച് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 3 പൂച്ചക്കുഞ്ഞുങ്ങളെ അവളുടെ സ്വന്തം മക്കളായിട്ടാണ് അവളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അവളുടെ മക്കളെ അവൾക്കിപ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയി കൊന്നു കളയും ചെയ്യും. അതാണ് ഈ കുറുങ്ങേൻ്റെ പരിപാടി. ആടലും സംക്രാന്തിക്ക് എങ്ങാനും ഒരു പൂച്ചക്കുഞ്ഞിനെ ജീവനോടെ കിട്ടിയ ഭാഗ്യം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഇവളെ പിടിച്ച് വെച്ച് കുറേ ഉമ്മ കൊടുത്തു. എനിക്കിട്ടൊരു മാതും വെച്ച് തന്നിട്ട് അവളത് ഓടിയിട്ടുണ്ടായിരുന്നു. നല്ല വേനെടുത്ത് എൻ്റെ തോളിലാണ് അവളെ നഖം ഇറങ്ങിപ്പോയത്. എന്തായാലും ഞാൻ ഇച്ചിരി ഇവരുടെ കൂടെ കളിച്ചിട്ടുള്ളൂ ഗായ്സ്, ബാക്കി കാര്യം. അപ്പോൾ ഇവരെ കൂടെ കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എവിടെ പോയാലും ഇവർ പുറകെ വരികയും ചെയ്യും. അതൊരു വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പക്ഷേ താഴേക്കൊക്കെ പോകുമ്പോൾ കിണറൊക്കെ ഇല്ലേ, അതെനിക്കൊരു പേടിയാണ് കേട്ടോ. അപ്പം എവിടെ പോയാലും പുറകെ വരുന്നതുകൊണ്ട് ഞാൻ ഒച്ചയൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ അവർക്കിപ്പോൾ അത് ശീലമായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ.